അസ്സലാം അലൈക്കും ഫ്രണ്ട്സ്. ദിസ് ഈസ് യുവർ ഫാത്തിമ സ്പീക്കിംഗ് നൗ. നീ എത്ര നല്ലവനോ നല്ലവളോ ആയിക്കൊള്ളട്ടെ, ആളുകൾ നിന്നെ വില കുറച്ച് കാണിക്കാനും നിന്റെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ച് അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും എന്തും പ്രതീക്ഷിക്കുന്നത് കുറക്കുക. അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും നമ്മുടെ വില കുറക്കാൻ സാധിക്കില്ല. ഇതേ സംബന്ധിച്ച് ഒരു ഗുണപാഠ കഥയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുവാൻ പോകുന്നത്. ജൂഹ എന്നയാൾ ഒരു കഴുതയെ വാങ്ങി. അങ്ങനെ അയാളും മകനും ഒരുമിച്ച് കഴുതപ്പുറത്ത് യാത്ര ചെയ്യാൻ തുടങ്ങി. അതുകണ്ട് ജനങ്ങൾ പറഞ്ഞു, ഹോ, അയാൾ കഴുതയെ കഷ്ടപ്പെടുത്തുന്നത് കണ്ടില്ലേ. അതുകേട്ട ജൂഹ വേഗം കഴുതയുടെ പുറത്ത് നിന്നിറങ്ങി മകനെ മാത്രം കഴുതയുടെ പുറത്തേറ്റി നടക്കാൻ തുടങ്ങി. അതുകണ്ട് ജനങ്ങൾ പറഞ്ഞു, കണ്ടില്ലേ, പിതാവിനോട് യാതൊരു ഗുരുത്വവുമില്ലാതെ മകൻ മാത്രം കഴുതപ്പുറത്തേറി പിതാവിനെ നടത്തിപ്പിക്കുന്നു. അതുകേട്ട് ജൂഹ തൻ്റെ മകനെ കഴുതപ്പുറത്ത് നിന്നിറക്കി. ജൂഹ മാത്രം കഴുതയുടെ പുറത്തേറി യാത്ര തുടങ്ങി. അതേ ജനം തന്നെ പറഞ്ഞു, ഹോ, എത്ര ക്രൂരനായ പിതാവാണിദ്ദേഹം. അവസാനം ആളുകളുടെ സംസാരത്തിൽ നിന്നും രക്ഷ നേടാൻ ജൂഹ കഴുതയെ തൻ്റെ ചുമലിലേറ്റി നടക്കാൻ തുടങ്ങി. ആളുകളുടെ തൃപ്തി നേടാനാണ് ജൂഹ അങ്ങനെ ചെയ്തത്. എന്നാൽ കഴുതയാവാൻ വേണ്ടി ജൂഹ കഴുതയെ വാങ്ങിയിരിക്കുന്നു എന്നായി ആളുകളുടെ അപ്പോഴത്തെ സംസാരം. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം നോക്കി നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക. ജനങ്ങളുടെ തൃപ്തി നാം നോക്കേണ്ടതില്ല.